പാലക്കാട് റോഡരികിൽ കിടന്നുറങ്ങിയ അതിഥി തൊഴിലാളികളുടെ 3 വയസ്സുകാരിയെ 77കാരൻ പീഡിപ്പിച്ചു. കേരളത്തിലെ ധാരാളം കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. പാലക്കാട് റോഡരികിലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളും അവരുടെ കുട്ടിയും കിടന്നുറങ്ങുകയായിരുന്നു. വെളുപ്പിനെ 5:30 മണിക്ക് കുട്ടിയെ ആരോ എടുത്തുകൊണ്ട് പോയി 50 മീറ്റർ അകലെ കൊണ്ടുപോയി അതിനെ വളരെ മാരകമായി പീഡിപ്പിച്ചു. കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിലവിളിക്കുകയും മാതാപിതാക്കൾ ഈ നിലവിളി കേട്ട് ഓടി ആ കുട്ടിയുടെ അടുത്തെത്തുകയും 77 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാൾ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ട് മനസ്സിലായി. ഇയാളെ അവർ തടഞ്ഞു വെച്ചു. പോലീസ് എത്തി. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് കൊണ്ടുപോവുകയാണ്. ഈ വാർത്ത ശ്രമിച്ചപ്പം കുട്ടിക്ക് വലിയ പരിക്കില്ല, വലിയ പ്രശ്നമില്ല എന്നൊക്കെയാണ് കേട്ടതെങ്കിലും പിന്നീട് പോലീസിന്റെ നടപടിയിൽ നിന്ന് മാരകമായ പരിക്ക് കുട്ടിക്ക് ഏറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി കുട്ടിയെ പോലീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ സംഭവം വലിയ വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ പല സ്ഥലത്തും പീഡിക്കപ്പെടുകയും കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. 77 വയസ്സുള്ള ആളാണ്, കൊഴിഞ്ഞാമ്പാറ സ്വദേശിയാണ്. അയാളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് നടുപ്പൂണിയിൽ വില്ലൂന്നി സ്വദേശിയാണ് ഇയാൾ. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം. ഇവര് റോഡിന്റെ സൈഡിലെ ജോലി കഴിഞ്ഞ് അവർ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവർക്ക് വീടില്ല ഇവിടെ. കുട്ടിയെ ഉറക്കത്തിലായിരുന്ന കുട്ടിയെ 5:30 മണിക്ക് 77കാരൻ മാതാപിതാക്കൾ അറിയാതെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. കുട്ടിയെ പീഡിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് കുട്ടിയുടെ കരച്ചിൽ മാതാപിതാക്കൾ കേട്ടത്. ഇത് പോക്സോ കേസ് അനുസരിച്ചുള്ള കുറ്റത്തിന് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അയാൾ ഇനി കസ്റ്റഡി വാങ്ങും, റിമാൻഡിൽ അയാളെ പോലീസ് വാങ്ങും. ഏതായാലും കൃത്യസ്ഥലത്ത് പോലീസ് ഓടിയെത്തി. ആ വിജനമായ സ്ഥലത്ത് എങ്ങനെ അവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയില്ല. എങ്കിലും മാതാപിതാക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അവർ പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് ഏതായാലും വളരെ പെട്ടെന്ന് അവിടെ എത്തി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് നടപടി ഇങ്ങനെ തന്നെ വേണം. വെളുപ്പിനെ 5:30 മണിക്കാണ് സംഭവം. പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കുട്ടിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിലും കൊണ്ടുപോയി. ഇതുപോലെ കേരളത്തിലെ പല ഭാഗത്തും, എറണാകുളത്ത് ആലുവയിലുണ്ടായ സംഭവം നമുക്കറിയാം. 6 വയസ്സുകാരെ പീഡിപ്പിച്ചു കൊന്ന്. അയാളെ അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിലും അയാൾക്ക് ഇവിടെ തന്നെ പ്രോസിക്യൂഷൻ ആലുവ പോലീസ് നടത്തി കൃത്യമായ അന്വേഷണം നടത്തുകയും അയാൾക്ക് ട്രയൽ നടത്തി ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലീസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിനടുത്ത് തന്നെ മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച ഒരു അറ്റംപ്റ്റ് ഉണ്ടായി. പീഡിപ്പിച്ചു. ആ കുട്ടിയെ ജീവനോടെ കിട്ടി. ആ പീഡിപ്പിക്കുന്ന സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുപോയ വയലിൻ്റെ പരിസരത്തുള്ള അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങൾ അവിചിതരായ ഒരുത്തിൻ്റെ കൂടെ ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവർ വാച്ച് ചെയ്തു. ആ കുടുംബം 1-2 കുടുംബക്കാർ അവരതിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോയില്ല. ഇവിടെ കുട്ടികളുടെ കരച്ചിൽ കേട്ട് മാതാപിതാക്കൾ ഞെട്ടി ഉണർന്ന് അവര് ആ കരച്ചിൽ കേട്ട് ഭാഗത്ത് ഓടിയെത്തിക്കൊണ്ട് കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ പ്രതിയായ മനുഷ്യന് 77 വയസ്സുണ്ട്. ഏതായാലും ശിഷ്ടകാലത്ത് അയാൾക്ക് ജീവിതം മുഴുവൻ ജയിലിൽ തന്നെ ആയിരിക്കും. കാരണം ഇത്രയും പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് ശിക്ഷാ കാലാവധി കടന്നു പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്.